Hello everyone, welcome to the another episode of Arabian Destinies. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഇതിനാവശ്യമായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ വേണം. ഒപ്പം കുറച്ച് പെപ്പറും പിന്നെ കുറച്ച് ഉപ്പും. നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂടി കൊണ്ടോ ഒരു 30 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷാണ് ചിക്കൻ മുഗ്ലായ് ഹന്തി. ഒരു റോയൽ ഡിഷാണ്. അതിനു വേണ്ട ചേരുവകൾ: പാൻ വെച്ചു, ചൂടായപ്പോൾ നെയ്യ് ഒഴിച്ചു. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു മണം വരുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. അതും നന്നായി വഴറ്റുക. വഴന്നു വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് മൂപ്പിക്കുക. ഇതെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ ഒരു പച്ചമുളക് 2ആയി കീറിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാവരുടെയും എരിവിനനുസരിച്ച് വേണേ ചെയ്യാനായിട്ട്. ഇത് കുറച്ച് സ്പൈസി ഫുഡാണ്. ഇതിലേക്ക് ഇനി പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി. അതും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഒപ്പം മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചെറിയ തീയിൽ വേണേ ചെയ്യാനായിട്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റാം. തക്കാളിയുടെ വെള്ളം വറ്റിയെന്ന് കാണുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതും നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെറിയ തീയിൽ വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. ചിക്കൻ വെന്തു എന്ന് കണ്ടു കഴിയുമ്പോൾ അരച്ചു വെച്ചേക്കുന്ന കാഷ്യൂ നട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വേണ്ട വെള്ളവും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ കുറച്ച് തിക്ക് മസാലയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് ഉപയോഗിച്ചേക്കുന്നത്. നന്നായി തിള വന്ന് തുടങ്ങുമ്പോൾ കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നന്നായി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്രഷ് ക്രീമിനെ ആഡ് ചെയ്യാനുള്ളത്. അതും നന്നായി യോജിപ്പിച്ചെടുത്ത്, അധികം തിള വരാൻ പാടില്ല. നമുക്ക് പാകത്തിനുള്ള വെള്ളമായെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ആവശ്യത്തിനധികം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ മുഗ്ലായ് ഹന്തി റെഡി. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.